പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ആയതാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇന്ന് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ചില കാരണം കൂടിയുണ്ട്. കാരണം നമുക്ക് ചില ആൾക്കാർ സംശയം ഉണ്ടാവും. KCTT എന്നായിരുന്നല്ലോ പേര്. പിന്നെ KCTA എന്നായി, PCTA ആയി. ഏതാണ് കറക്റ്റ് എന്നൊക്കെയുള്ള സംശയം. അപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം. അതിൻ്റെ ക്ലാരിറ്റി വേണം. അതാണ് നമുക്ക് കയറാനുള്ള പ്രത്യേക ഒരു മോട്ടിവേഷൻ ഉണ്ടായത്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ്മാരായിട്ടുള്ള ജോസഫ് ജോൺ സാറ്, രാജേന്ദ്രൻ സാറ്, സ്റ്റേറ്റ് പ്രസിഡന്റ് കയറുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. അതുപോലെ ജില്ലാ സെക്രട്ടറി സൈജു സാറ്, ട്രഷറർ കൊലവാട്ടി, ഇന്നത്തെ സിംസാക്ക് ടോമി സാറ്, ഇന്നത്തെ മുഖ്യാതിഥി സ്പീക്കർ ഡോക്ടർ നജിന, മറ്റ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. ഇത് 115ആണ്. വെബിനാർ 115 എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ഇപ്പോൾ ഇത് ചില ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സൈക്കോളജി എന്ന് കേട്ടാൽ അവരെല്ലാവരും ഒരുപാട് കയറും. ട്രാവൽ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഈ ആൾ, അല്ലെങ്കിൽ ഇത് കണ്ടാൽ പോരാ, ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ ട്രാവലിങ്ങിൻ്റെ എന്ത് യാത്രയല്ലേ എന്ന് ആരോ കുറച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തിരി ആള് കുറവ്, പക്ഷെ കയറുമായിരിക്കും എന്നായിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ കയറിക്കോളും എന്ന് കരുതാം. ഇപ്പം എല്ലാവരും ബിസിയല്ലേ, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഇതാൽ പേര് മാറ്റം വരാൻ കാരണം വെച്ചാൽ സംഘടന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും അതിൻ്റെ ലീഡർഷിപ്പിൽ നിന്നുള്ള വിശ്വാസം കാരണം മൊത്തമായിട്ട് തന്നെ പോകുന്നു. 3-4 വ്യക്തികൾ ഒഴിച്ച് എല്ലാവരും തന്നെ പോരുകയും പുതിയൊരു പേര് കണ്ടെത്തി പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എന്ന പുതിയ പേരിൽ പുതിയ രജിസ്ട്രേഷനിൽ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ മുതൽ ആ പേര് കിട്ടിക്കഴിഞ്ഞു. ഇനി മുതൽ KCT എന്നായിരിക്കില്ല, PCTA എന്ന പേരിലായിരിക്കും ഉറവിൻ്റെ ആയാലും എല്ലാ പരിപാടികളും. അപ്പോൾ അതൊന്ന് പ്രത്യേകം പറയുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ വാക്ക് വിത്ത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി ചെയ്യുന്നുണ്ട്. ഉറവെന്ന് പറയുന്നത് ഫ്രീ ആണ്, എല്ലാ ഓൾട്ടർനേറ്റ് വെനസ്ഡേ നടത്തും. വാക്ക് വിത്ത് മാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് നടത്തും. ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിരിക്കും അത്, മൺഡേ ടു ഫ്രൈഡേ. അതൊരു പെയ്ഡ് പ്രോഗ്രാമാണ്. ഒരു ചെറിയൊരു എമൗണ്ട് 500 റുപ്പീസ് വാങ്ങിച്ചാൽ 5 എമിനൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിൻ്റെ ക്ലാസ്സുകൾ 1.5 മണിക്കൂറിന് മിനിമം ഉണ്ടാവും. ചില ക്ലാസ് 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. അതിൻ്റെ റെക്കോർഡും കൊടുക്കും, വന്നാലും വന്നില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 8ാമത്തെ എപ്പിസോഡ് അടുത്ത 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവരൊക്കെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നവർ. കാണുന്നുണ്ടല്ലോ അല്ലേ? പടം കാണാമോ? കണ്ടില്ല. കാണാം അല്ലേ? ആൻഡോ മൈക്കിൾ എന്നറിയില്ല, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ആൻഡോ മൈക്കിൾ സാറ്. അദ്ദേഹമാണ് തിങ്കളാഴ്ച തുടക്കം കുറിക്കുന്നത്. 2-ാം ദിവസം പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ കഴിഞ്ഞ ചെയർമാനായിരുന്ന സ്റ്റേറ്റ് ചെയർമാനായിരുന്ന അനിൽ കുരിശിങ്കലുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മനു മെൽവിനുണ്ട്. ഗെയിമിഫിക്കേഷൻ്റെ ഉസ്താദാണ് അദ്ദേഹം, മാസ്റ്ററാണ് അദ്ദേഹം ഗെയിമിഫിക്കേഷൻ. പിന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള സൈക്കോളജിസ്റ്റ്, സ്പിരിച്വൽ ലീഡറൊക്കെ ആയിട്ടുള്ള ഷൗക്കത്ത് സാറിൻ്റെ ഒരു സെഷനുണ്ട്. ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ അതുപോലെ സ്പിരിച്വൽ കൗൺസിലിങ്ങിലും ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ B ജയപ്രകാശ് സാറ്. അങ്ങനെ 5 പേരാണ് ഇത്തവണ അണിനിരക്കുന്നത്. അപ്പോൾ അതൊന്നും എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നവംബർ 24th to 28th ആണ് നടക്കുന്നത്. അതെല്ലാവരും മുൻകൂട്ടി പങ്കെടുക്കുക. സീറ്റുകളൊക്കെ വിരളമായിരിക്കും. ഇത്തവണ മുഴുവൻ സീറ്റും 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഫില്ലാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അതിൽ രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഇതാണ്. പോൾ പടയാട്ടിയെ വിളിച്ചാൽ മതി. നമ്പർ 9846146128 നമ്പറിൽ ഒരു 500 അടച്ചാൽ അതിന് ആ സ്ക്രീൻഷോട്ടും കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉറപ്പിക്കാം. അതോടെ പറഞ്ഞുകൊണ്ട് ഞാനതൊന്ന് അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് 2 വാക്ക് പറയണം. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ നജിന. ഡോക്ടർ നജിന എന്ന് പറയുമ്പോൾ ഡെന്റിസ്റ്റാണ്. അത് പ്രൊഫഷൻ ആണെങ്കിലും അതിനൊപ്പം തന്നെ പാഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ പ്രൊഫഷനും പാഷനും ഒക്കെ. എനിക്ക് കെമിസ്ട്രിയാണ് എൻ്റെ പ്രൊഫഷനെങ്കിലും എൻ്റെ പാഷൻ ട്രെയിനിങ് ആണ് എന്ന് പറയുന്ന പോലെ രണ്ടും ഒന്നായാൽ നല്ലത്. ചിലപ്പോൾ അങ്ങനെ ആവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പലതായിരിക്കാം. പല സാഹചര്യം നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ കോഴ്സിനൊക്കെ പോയിരുന്നിരിക്കും, വീട്ടുകാർ നിർബന്ധം കാരണമൊക്കെ പോകുന്നതായിരിക്കാം. എങ്കിലും ട്രാവലാണ് കൂടുതലും കക്ഷിക്ക് ഇഷ്ടം അല്ലേ? അപ്പോൾ അതിനതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. കാരണം യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ് എടുക്കുമ്പോൾ പറയാറില്ല, യാത്ര സ്ട്രെസ് അലിവിയേറ്റ് ചെയ്യാൻ, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് വളരെ ഉത്തമമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു മൈൻഡ്ഫുൾനെസ്, ഹീലിംഗ് മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് കൂടി യാത്രയിലുണ്ട് എന്ന്, അത് എങ്ങനെയാണെന്ന് വർക്കൗട്ട് ആവുന്നു എന്നുള്ള ക്ലാസ്സാണ് ഇന്നിപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഡോക്ടർ നജിന പറയുക. ഒരു ഷീഗോസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നുണ്ട്.
അങ്ങനെ പല പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഡോക്ടർ നജിന ആണെന്ന് വരുന്നത്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ ഒരിക്കൽ കൂടി ഒരു അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സുകൾക്ക് എല്ലാവരും വെമ്പി നിൽക്കുമ്പോൾ ഞാനായിട്ട് അത് ഇനി സമയം കളയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഓവർ ടു സൈജു സേവ്. താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഇനി അധികം സമയം കളയുന്നില്ല. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഡോക്ടർ നജിന, ഇനി ആർക്കെങ്കിലും ഇത് മനസ്സിലാകാതെ ഇരുന്നുണ്ടെങ്കിൽ പോൾ സാറിന്റെ 2 വാക്ക് കൂടുതലായിട്ട് പറഞ്ഞ് പോൾ സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ. പ്രചോദന എന്നൊരു സംഘടനയുടെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിനെ കുറിച്ച് വെബിനാറുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നിന്നാണ് എനിക്ക് ഡോക്ടർ നജിനയെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അനന്തപുരിയുടെ വിശാലതയിൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒന്ന് വടക്കും മറ്റൊന്ന് തെക്കും 2 പെൺകുട്ടികൾ കൺസർവേറ്റീവ് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ് സിറ്റിയിലെ സ്കൂളിലേക്ക് സ്ഥിരം ബസ് യാത്ര ചെയ്ത് പഠനം തുടർന്നു. അവർ ഡോക്ടർ നജിനയും ഡോക്ടർ അമിനയും എന്ന ഡെന്റിസ്റ്റുകളായി വളർന്നു. അപ്പോഴും 2 പേരുടെയും സ്വപ്നങ്ങൾ മുഴുവനും യാത്രകളെ കുറിച്ചായിരുന്നു. ഹിഗോസ് ട്രാവൽ ബഡീസ് എന്നൊരു ആശയം വളർത്തിയെടുത്താണ് അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് പൂവണിയിച്ചത്. അത് വെറും ഒരു ട്രാവൽ ഏജൻസി അല്ല എന്ന് നജിന നിങ്ങളോട് പറഞ്ഞു തരും. സ്വയം യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ച സന്തോഷം മറ്റുള്ളവർക്ക് പകരാൻ പാഷനേറ്റായി തന്നെ തീരുമാനിച്ചതാണ് അവർ. ആത്മാവുള്ള യാത്രാ സംഘങ്ങൾ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചു. ആ യജ്ഞം അവർ തുടർന്ന് യാത്രയുടെ മറ്റൊരു തലം അവർ കീഴടക്കി. ഡോക്ടർ നജിന ഇന്ന് ആ യാത്ര എപ്രകാരം മനുഷ്യർക്ക് ഹീലിങ്ങും മൈൻഡ്ഫുൾനെസ്സും നൽകുവാൻ ഇടവരുത്തി എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മനുഷ്യരെ അടുപ്പിക്കുവാനും സന്തോഷം കണ്ടെത്തിച്ച് മുന്നേറുവാനും അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഡോക്ടർ നജിന ഇന്ന് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്കറിയാവുന്നത്. ഇത് ശ്രദ്ധാപൂർവം എല്ലാ ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ഇത് കേൾക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പല തരത്തിലും ഒരു പ്രധാനപ്പെട്ട ടൂളായിട്ട് യാത്രയെ ഉപയോഗിക്കാം. അത് എങ്ങനെയാണ് നജിന ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ളത് നേരിട്ട് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് നജിനയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദി ഫ്ലോർ ഈസ് യുവേഴ്സ്. പ്ലീസ് come to the webinar. Madam, please start the class. Good evening, everyone. Audible alle? Yes. So, good evening, everyone. എൻ്റെ പേര് ഡോക്ടർ നജന. ഞാനൊരു BDS ഗ്രാജുവേറ്റ് ആണ്. 10 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സാറ് പോൾ പടയാട്ടി സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഒരു വെബിനാറിനാണ് സാർ എന്നെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് സാറ് വിളിക്കുന്നതും നമ്മുടെ സംഘടനയെ പറ്റി പറയുന്നതും ഉറവ് വെബിനാറിലോട്ടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുന്നതും. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ളതെല്ലാം എന്നെക്കാട്ടിയും ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നെക്കാട്ടിയും ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ മുന്നിൽ കുറച്ച് വാക്കുകൾ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഉറവ് വെബിനാറിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് സാർ. വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ ഞാനും ഡോക്ടർ ആമിനയും ചേർന്നാണ് നമ്മൾ ഷീഗോസ് ട്രാവൽ ബഡീസ് എന്ന് വരുന്ന ഒരു ട്രാവൽ കമ്പനി നടത്തുന്നത്. ഞങ്ങൾ 15 വർഷമായിട്ട് കോളേജിൽ സുഹൃത്തുക്കളായിരുന്നു. ഡെന്റൽ കോളേജിൽ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും സാറ് പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഒന്ന് തെക്കും ഒന്ന് വടക്കും കിടക്കുന്ന ഒരാൾ നെടുമങ്ങാട് എന്നൊരു ഗ്രാമപ്രദേശവും ഒരാൾ അമ്പലത്തറ എന്നൊരു ഗ്രാമപ്രദേശത്തു നിന്നും ഉള്ളതാണ്. അപ്പൊ ഞങ്ങള് നമ്മുടെ ഫാമിലി കുറച്ച് പ്രോഗ്രസീവ് ആൾക്കാരായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ സിറ്റിയിലെ സ്കൂളുകളിലാണ് പഠിപ്പിച്ചത്. അപ്പോ ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് ഹോളി ഏഞ്ചൽസ് എന്നൊരു സ്കൂളിലാണ്. എന്റെ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ ആ സമയത്ത് പൂന്തുറ എന്നൊരു ഭാഗത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആ ബസ് വരുന്നത് തന്നെ എന്നെ വിളിക്കാനായിരുന്നു.
അപ്പം ആ ഭാഗത്തുനിന്ന് ഹോളി ഏഞ്ചൽസ് പോലൊരു സ്കൂളിൽ പോകുന്നതേ ഞാൻ മാത്രമായിരുന്നു. അപ്പം ചുറ്റും കുറ്റപ്പെടുത്തലായിരുന്നു. എൻ്റെ ഫാദറും മദറും ഒക്കെ നേരിട്ടത് ഈ പെൺകുട്ടിയെ എന്തിന് നിങ്ങൾ ഇത്രയും കാശ് മുടക്കി ഹോളി ഏഞ്ചൽസിൽ പഠിപ്പിക്കുന്നു, കെട്ടിച്ചു വിടാനുള്ള കുട്ടിയല്ലേ, നമ്മൾ എന്തായാലും ഒരുപാട് പഠിപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്നായിരുന്നു. അപ്പൊ ആ വാക്കുകൾക്കൊന്നും അവർ ചെവി കൊടുത്തിരുന്നില്ല. അവർ പറഞ്ഞു അവള് പഠിച്ചോട്ടെ, പിന്നുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ വാപ്പ ഒരു കച്ചവടക്കാരനാണ്, ഒരു ചെറിയ പലവ്യഞ്ജന കടയായിരുന്നു. അപ്പൊ അതായിരുന്നു ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ വാപ്പയുടെ കട ഹോളി സ്കൂളിനടുത്തായിരുന്നു. അപ്പൊ അവിടുത്തെ കുട്ടികളെ കണ്ടിട്ടാണ് ആ കുട്ടികളെ പോലെ മകൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ആഗ്രഹവും ആ കുട്ടികളെ പോലെ മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹവും കണ്ടിട്ടാണ് എന്നെ അവിടെ കൊണ്ട് ചേർക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു 10 കിലോമീറ്ററും 15 കിലോമീറ്ററും ഒന്നും ചെറിയ കാര്യമാണ്. അന്ന് 15 കിലോമീറ്ററിൽ ബസ്സിൽ അത് രാവിലെ കയറി പോകുന്നതൊക്കെ ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്റെ കമ്മ്യൂണിറ്റിയിൽ, ഞാനൊരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സെയിം അവസ്ഥയാണ് ആമിനയ്ക്ക്. പക്ഷെ ആമിന നെടുമങ്ങാടിൽ കുറച്ചുകൂടി ഫോർവേഡഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞു ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡെന്റൽ കോളേജിൽ എത്തുന്നു. അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഓരോ അവധി കിട്ടുമ്പോഴും ഞങ്ങൾ ചെറിയ ചെറിയ സ്ഥലത്ത് പോയി തുടങ്ങി. അപ്പൊ അന്ന് നമ്മുടെ അങ്ങനെ കാശൊന്നുമില്ല. വീട്ടിൽ തരുന്ന ചെറിയ ചെറിയ ബുക്ക് വാങ്ങാൻ തരുന്ന പൈസയിൽ നിന്നൊക്കെ കൂട്ടി വെക്കുന്ന ചെറിയ ചെറിയ പൈസകളിൽ നിന്നാണ് നമ്മൾ യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഹൗസ് സർവൻസി എത്തി. ഹൗസ് സർവൻസി എത്തിയപ്പോൾ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടി തുടങ്ങി. ആ സ്റ്റൈഫൻഡും പിന്നെ ഞാൻ വൈകിട്ട് ഒരു ക്ലിനിക്കിൽ പോവുമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ നിന്നുള്ള ചെറിയ തുച്ഛമായ, അന്ന് 3000 രൂപ ആയിരുന്നു സാലറി. അപ്പൊ ആ സാലറിയും ഉപയോഗിച്ച് ഞങ്ങൾ വീണ്ടും യാത്രകൾ തുടങ്ങി. അപ്പൊ അന്നേ യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് വെച്ചിട്ട് ഈ ഡെന്റിസ്ട്രി ഇഷ്ടമല്ലെന്നല്ല, ഡെന്റിസ്ട്രി വളരെ ഇഷ്ടമാണ്. പക്ഷെ യാത്രകളായിരുന്നു പാഷൻ. സാറ് പറഞ്ഞതുപോലെ പ്രൊഫഷൻ വേറൊന്നും, പക്ഷെ പാഷൻ യാത്രയുമായിരുന്നു. അങ്ങനെയാണ് യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു, ഹൗസ് സർവൻസി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിയുന്നു, പിന്നെ കുട്ടികളാകുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായി മാറുകയാണ്. അപ്പൊ പിന്നീട് യാത്രകൾ, ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് കല്യാണം കഴിയുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ട് യാത്ര പോകാം എന്നുള്ളതായിരുന്നു. ഞങ്ങളെ കല്യാണം കഴിക്കാനുള്ളത് തന്നെ ഞങ്ങളുടെ പ്രചോദനം. അപ്പോ അങ്ങനെ ചെറിയ ചെറിയ യാത്ര പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച യാത്രകൾ അതായിരുന്നില്ല. ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഈ റിസോർട്ട് യാത്രകളോ അല്ലാണ്ട് ചെറിയ ചെറിയ യാത്രകളോ അല്ല താല്പര്യമായിരുന്നത്. അപ്പം കുട്ടികളായി. അത് കഴിഞ്ഞ ശേഷം ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ആമിന് അതിന് ഡെന്റൽ ആണെങ്കിലും അലയൻസ് എന്ന് പറയുന്ന IT കമ്പനിയിൽ മെഡിക്കൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ഇങ്ങനെ ട്രാവൽ കമ്പനി എന്നൊന്നും ചിന്തയില്ല, യാത്ര ചെയ്യണം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, ആർക്ക് വേണ്ടിയും ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നമുക്ക് വേണ്ടി യാത്ര ചെയ്യാമെന്ന്. അപ്പം ഞാനും രണ്ടും, അവൾ IT മേഖലയിൽ മെഡിക്കൽ ആണെങ്കിലും IT മേഖലയിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലായിരുന്നു. ഞാൻ ഡെന്റൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ജനറൽ ഹോസ്പിറ്റലിൽ ആദ്യം വർക്ക് ചെയ്തു, അതിനുശേഷം ഡെന്റൽ ക്ലിനിക്കിൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിലായിരുന്നു. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലിനിക്കാണ്. അപ്പം ക്ലിനിക്കും പേഷ്യൻസും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് പക്ഷെ എന്തോ ഒരു കുറവ് എന്നിലുള്ളതുപോലെ തോന്നി. എനിക്കിതല്ല, എനിക്ക് എന്തോ നേടാനുണ്ട്, എന്തൊക്കെയോ അച്ചീവ് ചെയ്യാനുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ തന്നെ ആരോ പറഞ്ഞതുപോലെ തോന്നി. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയും നമുക്ക് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിന്നെയും യാത്രകൾ റീസ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോ യാത്രകൾ ചെറിയ ചെറിയ ട്രക്കിങ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓരോ സ്ഥലങ്ങളിൽ, മണാലി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പോകാൻ തുടങ്ങി, പല പല ഗ്രൂപ്പുകളിൽ. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊരു ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കും. അങ്ങനെ ഗ്രൂപ്പുകളിൽ ഇടുമ്പോഴത്തേക്ക് ഏതോ 2 പെൺകുട്ടികൾ എന്നല്ലേ പറയുള്ളൂ. അപ്പം എല്ലാവർക്കും വരാനൊരു പേടി. അപ്പൊ ഞങ്ങളൊരു ട്രാവൽ കമ്പനി എന്നുള്ള രീതിയിൽ തന്നെ ഒരു പോസ്റ്റർ ഇട്ടാണ് ആരംഭിച്ചത്. 3.5 വർഷം മുന്നെയാണ് ആരംഭിച്ചതെങ്കിലും നമുക്കിപ്പോൾ 15,000-ൽ കൂടുതൽ ട്രാവലേഴ്സ് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. പിന്നീട് നമ്മളത് രജിസ്റ്റേർഡ് കമ്പനി ആക്കുകയും ട്രാവൽ ചെയ്യുകയും തുടങ്ങി. നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന അവൾ പോകുന്നു എന്നാണ് ഇട്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലേഡീസ് ഓൺലി ട്രിപ്പുകളായിരുന്നു തുടക്കത്തിൽ. പിന്നീട് അത് മിക്സഡ് ട്രിപ്പുകൾ ഫാമിലി ട്രിപ്പുകളുമായി മാറി. കേരളത്തിനകത്തും പുറത്ത് മണാലി, കാശ്മീർ, അതുപോലെ
വാലി ഓഫ് ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ട്രക്കിങ്ങുകളും, പിന്നെ നമുക്ക് അഗുംബെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അഗുംബെ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യക്കകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. മേഘാലയ, സ്പിതി വാലി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. പിന്നെ അതായത് ആരും പെട്ടെന്ന് എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ് ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലങ്ങൾ, അതായത് ഓഫ് ബീറ്റ് സ്ഥലങ്ങൾ എന്ന് പറയും. എന്നാൽ ഒരു സ്ഥലത്തിന്റെ മനോഹാരിത ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മളൊരു മൂന്നാർ പോകുന്നതിലും ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്ന സമയത്ത് സൂര്യനെല്ലിയും കൊളുക്കുമലയും കാന്തല്ലൂരും ഒക്കെ അധികം ആരും പോയിട്ടില്ല, ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പോയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. മണാലി പോകുമെങ്കിലും മണാലി കഴിഞ്ഞുള്ള സ്പിതി വാലി പലരും പോയിട്ടില്ല. അപ്പൊ സ്പിതി വാലിയില് നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഒരേ ഒരു മമ്മി ഉള്ളത് സ്പിതി വാലിയിലാണ്. അപ്പോ അതൊക്കെ പോയി കാണുകയും കുറെ സ്ത്രീകളെ കാണിക്കാൻ പറ്റുകയും 10,000-കണക്കിന് സ്ത്രീകളെ കാണിക്കാൻ പറ്റുകയും ചെയ്തു. പിന്നെ ഇന്റർനാഷണൽ യാത്രകൾ നടത്തുന്നുണ്ട്. തായ്ലൻഡ്, മലേഷ്യ, ബാലി, അസർബൈജാൻ, ദുബായ്, അങ്ങനെയുള്ള യാത്രകൾ ഈ വർഷം കൊറിയയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ശരിക്കും ഒരു വളരെ പാഷനേറ്റ് ആയിട്ടാണ് ആ ബിസിനസ് ചെയ്യുന്നത്. അപ്പോ ഒരു ബിസിനസ്സിൽ നിന്ന് പറയുന്നതിലും ഉൾപ്പരം ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അടുത്ത യാത്ര എന്നാണെന്നാണ് ഒരു യാത്ര കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലോട്ട് മുന്നോട്ട് വരാൻ സാധിച്ചത് തന്നെ വളരെ ആത്മസംതൃപ്തി തരുന്നതാണ്. അപ്പൊ എന്റെ വിഷയം ട്രാവൽ ഫോർ ഹീലിംഗ് ആൻഡ് മൈൻഡ്ഫുൾനെസ് ആണ്. ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കൗൺസിലേഴ്സ് ആണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു അമ്മയാകുന്ന ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ, അത് നമ്മുടെ വീട്ടിലുള്ളവർ ഒന്നും അത് ആ സമയത്ത് തിരിച്ചറിയുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ അത് മറികടക്കണമെന്ന് അറിയില്ല. അപ്പൊ ഞാന് സ്വന്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ, ഹാബിറ്റ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി ചെയ്യാനും മാനിഫെസ്റ്റേഷൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്തിരുന്നത്. അങ്ങനെ ചെറുതായിട്ട് പിന്നെ യാത്രകൾ ചെയ്തപ്പോഴാണ് എനിക്ക് അത് എൻ്റെ മെന്റൽ ഹെൽത്തിനെ കുറെ ഹെൽപ്പ് ചെയ്തത് യാത്രയാണ്. അപ്പൊ അത് തന്നെയാണ് ഞാൻ എൻ്റെ കൂടെ വരുന്ന എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നത്. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഉത്തേജിപ്പിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്, നമ്മൾ പുതിയ പുതിയ ആൾക്കാരെയും പുതിയ പുതിയ സിറ്റുവേഷനിലും നമ്മൾ എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മടുപ്പുള്ളതല്ല, പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ. നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകളല്ല നാളെ കാണുന്നത്. അതുപോലെ ഹിമാലയത്തിൽ കാണുന്ന കാഴ്ചകളല്ല നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ ഓരോ കാഴ്ചകളും വ്യത്യസ്തം, അതിലുള്ള സംസ്കാരങ്ങൾ വ്യത്യസ്തം, ആൾക്കാർ വ്യത്യസ്തം, മനുഷ്യർ വ്യത്യസ്തമാണ്. പല സാഹചര്യത്തിലെയും മനുഷ്യരെ നമുക്ക് അടുത്തിടപെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പിതി വാലിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ മൊണാസ്ട്രീസ് ഉണ്ട്. മൊണാസ്ട്രീസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ടും നമുക്ക് ജീവിക്കാം. അവർ വളരെ മൈൻഡ്ഫുൾനെസ് ആയിട്ടാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഫുള്ളി ഹീൽ ചെയ്ത് ഒരു പ്രത്യേക രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കാം എന്ന് നമ്മൾ അറിഞ്ഞത് യാത്രയിലൂടെയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ പല വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പൊ ആ പ്രശ്നങ്ങളിൽ നിന്ന് വരുന്നവര് ഒരു 2 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ യാത്ര കഴിയുമ്പോൾ അവർ ആ ദിവസത്തേക്കെങ്കിലും ആ പ്രശ്നങ്ങൾ മറക്കുകയാണ്. പിന്നെ ഒരു പുതിയ ഊർജത്തോട് കൂടിയിട്ട് അവര് പുതിയ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയുന്നു. അപ്പൊ അത് തന്നെ ആൾക്കാരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മള് പലതരത്തിലുള്ള ആൾക്കാരാണ് നമ്മളിവിടെ യാത്രകൾക്ക് വരുന്നത്. ഡോക്ടേഴ്സ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, വീട്ടമ്മമാരുണ്ട്. അപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് അതിനെല്ലാവർക്കും ആരെങ്കിലും ഒരാൾ ഒരു സൊല്യൂഷൻ മേക്കർ കാണും. ആ സൊല്യൂഷൻസ് ഒക്കെ കിട്ടി വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള യാത്രകളാണ് ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് വളരെയധികം കുറയുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ യൂറോപ്പ് ടൂറിലാണ്. അപ്പോ അത് അത്രയും യൂറോപ്പ് ടൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അവിടുത്തെ സംസ്കാരവും ഒക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മളൊരു പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നതായിരിക്കും
സോറി സർ. മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ യാത്രകൾ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അറിവും അതുപോലെ വളരുകയും നമുക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരുപോലെ കാണാനും നമ്മുടെ ജീവിതം ക്ഷണികമാണെന്നും ഇന്നുള്ള ജീവിതം വളരെ നന്നായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാകുകയും ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ഹീൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ നമ്മളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ ജീവിതം കുറച്ചുകൂടെ പ്രകാരമാക്കാനും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം വരുമ്പോഴാണല്ലോ നമുക്ക് നമ്മളെ തന്നെ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, നമ്മുടെ മക്കളെ വളർത്തുന്നു എന്നതിൽ അപ്പുറം നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു എന്ന് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി അത് അർത്ഥമുണ്ടാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഉറപ്പായിട്ടും യാത്രകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അർത്ഥവത്തതാവും. അപ്പോ ചെറിയ യാത്രകളെന്നോ വലിയ യാത്രകളെന്നോ ഇല്ല. നിങ്ങൾ എല്ലാവരും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളവരാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. യാത്രകൾ ചെയ്യാൻ ഇപ്പൊ സമയം കിട്ടുന്നില്ലെങ്കിലും ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക, നിങ്ങളുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യിക്കുക. അതുപോലെ നിങ്ങൾ എല്ലാവരും ട്രെയിനേഴ്സ് ആണ്, കൗൺസിലേഴ്സ് ആണ്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളായിട്ടായിരിക്കും ആൾക്കാർ നിങ്ങളോട് വരുന്നത് തന്നെ. അപ്പോ ആ പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിനൊരു പരിഹാരം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കും ചില ടൈമിൽ അത് അഫക്റ്റ് ചെയ്യാമല്ലോ. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് യാത്രകൾ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനെയുള്ള യാത്രകൾ ചെയ്യുക. പ്രായമൊന്നും യാത്രയ്ക്ക് ഒരു തടസ്സമേ അല്ല. ഏത് പ്രായക്കാർക്കും യാത്ര ചെയ്യാം. ഇപ്പം എൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലി ആയിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ന് എൻ്റെ രാജസ്ഥാൻ ഗ്രൂപ്പില് 30 രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു 75ഉം 73ഉം വയസ്സുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അപ്പൊ അവര് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു, രാജസ്ഥാൻ മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. ഇന്ത്യക്കകത്ത് രാജസ്ഥാൻ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൂടെ വരാം എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ കപ്പിൾസ് ആണ് അവരിന്ന് നമ്മുടെ കൂടെ രാജസ്ഥാൻ യാത്രയിലാണ്. അപ്പോ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല, നമ്മുടെ മനസ്സാണ് പ്രധാനം എന്നുള്ള രീതിയിൽ അവര് വളരെ ഹാപ്പി ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ പറ്റുന്ന യാത്രകൾ ചെയ്യുക, ചെറുതോ വലുതോ ആവട്ടെ, അത് നമുക്ക് പറ്റുന്ന മാതിരി ചെയ്യുക. ഇപ്പം ചിലർക്ക് ഇഷ്ടം ലക്ഷൂറിയസ് യാത്രകളായിരിക്കും, ചിലർക്ക് ഇഷ്ടം ബഡ്ജറ്റ് യാത്രകളായിരിക്കും. 2 തരത്തിലും യാത്രകൾ ചെയ്യാം. എവിടെ പോകുന്നു എന്നതിൽ ഉപരി ആരുടെ കൂടെ പോകുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടും വളരെ ഹാപ്പി ആയിട്ടും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. യാത്രാ അനുഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടി വന്ന പലരും ഉണ്ട്. നമ്മുടെ യാത്രകളിൽ ആദ്യമൊക്കെ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ യാത്രയിൽ വരാറുണ്ട്. അവര് യാത്രകളിൽ വന്ന് അവര് ഒരു ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ അവര് പറയുന്നത് എന്നുവെച്ചാൽ ഭയങ്കര റിഫ്രഷ്ഡ് ആയി, ഞങ്ങളെല്ലാം മറന്നു, നമ്മുടെ ജീവിതത്തിൽ ഇനിയും ജീവിക്കാനുണ്ട്, ഇനിയും കാഴ്ചകൾ കാണാനുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇനിയും യാത്രകൾ ചെയ്യണം, ഇനി എന്നാണ് അടുത്ത യാത്ര എന്ന് ചോദിച്ചിട്ടാണ് മുഖ്യ യാത്രകളും അവസാനിക്കുന്നത്. ചില ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നത് മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. അതില് നമ്മള് കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക. അതാണ് നിങ്ങൾക്കൊരു 15 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരുന്ന് നോക്കൂ, ഒന്നും ചിന്തിക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം ചിന്തകളാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തോട്ട്സ് ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ നമുക്കത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തത്രയും തോട്ട്സ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഇഷ്ടംപോലെ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ഒരു 35 വയസ്സിന് ശേഷമുള്ളവരാണ്. അവർക്കൊക്കെ 100 കാര്യങ്ങളാണ് ഒരു നിമിഷം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ചിലപ്പോൾ പറയുന്നത് ഒന്നും ചിന്തിക്കണ്ട, നിങ്ങൾ വെറുതെ ഇരിക്കൂ, നേച്ചർ ആസ്വദിക്കൂ, നന്നായിട്ട് പ്രാണായാമം ചെയ്യൂ, നല്ലപോലെ ശ്വസിക്കൂ,
കുറച്ച് വെറുതെ ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്താണ് അത് എഴുതി നോക്കൂ. അങ്ങനെയുള്ള ചില ടിപ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. ചെറിയ യാത്രകൾ പോലും ആൾക്കാരിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പറ്റുന്നത് പോലെ യാത്രകൾ ചെയ്യുക. യാത്രകൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. യാത്രാ അനുഭവങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. യാത്രാ അനുഭവങ്ങള് നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പറയാം സാർ. തുടങ്ങിയത് ഞങ്ങൾക്ക് ഒരു യാത്രക്ക് പോവാനായിട്ട് ഞങ്ങൾ രണ്ടുപേരായിട്ട് പോകുമ്പം ഒരുപാട് ചെലവാണല്ലോ. അപ്പൊ ചെറിയ ചെലവിൽ നമുക്കൊരു യാത്ര പോകാമെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇട്ട് ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ആദ്യം ഇടുന്നത്. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഇവരിൽ കൂടെ പോകുമ്പോ അങ്ങനെ മോശമാകില്ല എന്ന് വിചാരിച്ച് കുറച്ച് പേര് ആദ്യം വന്നു. അവരുടെ കെയർ ഓഫിൽ കുറച്ച് പേരും കൂടെ വന്നു. പിന്നെ കുറച്ച് പേരൊക്കെ എന്നെ കുറച്ച് പേർക്ക് അറിയാവുന്നതായിരുന്നു. ഞാൻ പോയ യാത്രകളിൽ എൻ്റെ കൂടെയൊക്കെ വന്നിട്ടുള്ള ചിലരായിരുന്നു അവര്. അത് വെറുതെ നമ്മളൊരു ഗ്രൂപ്പിൽ ഇട്ടിട്ട് ആർക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന മാതിരിയുള്ള യാത്രകൾ. അപ്പൊ അവരെല്ലാം വന്നു. അപ്പൊ ആദ്യത്തെ യാത്ര 26 സ്ലോട്ട്സ് ആയിരുന്നു. 26 സ്ലോട്ടും ഫില്ല് ചെയ്ത് കൊളുക്കുമലയിലാണ് പോയത്. അപ്പൊ 26 അപരിചിതരായ സ്ത്രീകളായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത്. അത് ഭയങ്കരമായിട്ട് ആ യാത്രയിൽ ഞങ്ങൾ ചെയ്ത സൗകര്യങ്ങളും ഞങ്ങൾ കൊണ്ടുപോയതും ഞങ്ങൾ എടുത്ത എഫേർട്ടും എല്ലാവരും മനസ്സിലാക്കുകയും അവര് നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവര് ഒരു മൗത്ത് പബ്ലിസിറ്റി പോലെ പലരോടും പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപാട് യാത്രകളായി ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹീൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവങ്ങള് എന്താണ് സാർ കേൾക്കാൻ? ഹീലിംഗ് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ? പറയാം സാർ. അപ്പോ നമ്മുടെ കൂടെ ഒരു സ്ത്രീ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. പുള്ളിക്കാരി വളരെ താഴേക്കിടയിൽ നിന്ന് ആണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂടുതലും കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പൊ പുള്ളിക്കാരി ആദ്യം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്കാരുടെ ജോലി പറയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട്. പുള്ളിക്കാരി കോർപ്പറേഷനിലെ സ്വീപ്പറാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ സ്വീപ്പർ ആണെന്ന് പറയുന്നില്ല, കോർപ്പറേഷൻ ആണെന്ന് പറയാമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ ചേച്ചി നമുക്ക് കോർപ്പറേഷനിൽ സ്വീപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ റോഡുകൾ ഭയങ്കര ക്ലീൻ ആയിട്ട് കിടക്കുള്ളൂ. അപ്പം നമുക്ക് നിങ്ങളൊക്കെ ആവശ്യമുണ്ട്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിക്ക് എല്ലാവരോടും സംസാരിക്കാൻ മടിയായിരുന്നു തുടക്കത്തിൽ. പിന്നീട് പതുക്കെ മനസ്സുറക്കുകയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സൈഡിൽ ഇരുന്ന് ആ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി എന്താണ് ചേച്ചി കാര്യം പറയൂ, നമുക്കൊക്കെ സംസാരിക്കാം, നമുക്ക് ഹാപ്പി ആവാനല്ലേ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിയുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ്. ഭർത്താവ് വളരെ നേരത്തെ മരിച്ചു പോവുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട സാഹചര്യങ്ങൾ വരികയും ചെയ്തു. അവര് വീട്ടുജോലിക്ക് പൊയ്ക്കൊണ്ടാണ് ആ സമയത്ത് ഇരുന്നത്. വീട്ടുജോലിക്ക് അവർക്ക് വീടില്ല, ഒരു ചെറിയൊരു ചായ്പാണ് ഉണ്ടായിരുന്നു. ആ ചായ്പിൽ കിടന്ന് ബാത്റൂം ഇല്ലാത്തത് കാരണം അപ്പുറത്തെ വീട്ടിലെ ബാത്റൂം പോയി, പെൺകുട്ടിയാണല്ലോ, അപ്പം ബാത്റൂം പോലും അപ്പുറത്ത് ചോദിച്ചാണ് അവര് പൊയ്ക്കൊണ്ടിരുന്നത്. ആ അവസ്ഥയിലായിരുന്നു. പിന്നീട് അവർക്ക് സ്വീപ്പർ ജോലി താൽക്കാലികമായി കിട്ടുകയായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥകൾ പറഞ്ഞു. അപ്പം ഇത് പുള്ളിക്കാരി പറയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ പല അനുഭവത്തിൽ നിന്നുള്ളവരുണ്ടല്ലോ, വളരെ ഹാപ്പിയായി വളരെ ഇലൈറ്റ് ആയിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. അപ്പൊ അവരും നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ വിഷമിക്കണ്ട എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് താങ്ങാവുകയായിരുന്നു. പിന്നീട് ആ സ്ത്രീ നമ്മുടെ കൂടെ ചെറിയ ചെറിയ യാത്രകൾക്ക് വന്നു. പിന്നീട് വലിയ വലിയ യാത്രകൾക്ക് വന്നു. ഫ്ലൈറ്റിലൊക്കെ ആദ്യമായിട്ട് എൻ്റെ കൂടെ പുള്ളിക്കാരി ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് എൻ്റെ കൂടെ ആയിരുന്നു. ലക്ഷദ്വീപ് ആയിരുന്നു ആദ്യ യാത്ര ചെയ്തത്. പിന്നീട് എൻ്റെ കൂടെ തായ്ലൻഡ് വന്നു. അപ്പൊ പൈസ കൂട്ടി വെച്ചാണ് യാത്രകൾക്ക് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, ചേച്ചി ഇതിപ്പോ ശമ്പളം മൊത്തം യാത്രയിൽ പോവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയും, ഇതെനിക്കൊരു ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിലായി പോയേനെ എന്ന് പറയും. കാരണം വെച്ചാല് എൻ്റെ മൈൻഡ് എപ്പോഴും ശരിയാവുന്നത് ഒരു യാത്ര കഴിയുമ്പോഴാണ് നജന. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്നതിനേയും കാട്ടിയും ഞാൻ എന്തായാലും നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് യാത്ര വരാം, പുതിയ പുതിയ ആൾക്കാരെയൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞു.
അപ്പോ ഇപ്പൊ വളരെ ഹാപ്പിയാണ് പുള്ളിക്കാരി. പഴയ വിഷമവും വിഷാദവും ഒക്കെ മാറി. ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. യാത്ര ഒരു ഔഷധം പോലെ പുള്ളിക്കാരിക്ക് ഉപയോഗപ്പെടുകയായിരുന്നു. ഇത് ഭയങ്കര എന്നെ ഒരു ടച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതാണ് പറഞ്ഞത്. പിന്നെ ഈ യാത്ര പോയിട്ട് ഇന്ത്യയിലെ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? യാത്ര പോയിട്ട് ഇന്ത്യയില് നമുക്ക് സ്പിതി വാലി വളരെ മനോഹരമാണ്. 2-3 സ്ഥലങ്ങളുണ്ട്. സ്പിതി വാലി വളരെ മനോഹരമാണ്. കാരണം മണാലിയിൽ നിന്നും പിന്നെയും ഒരു 200 കിലോമീറ്റർ കയറിയാണ് നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് സ്പിതി വാലി പോകുന്നത്. സ്പിതി വാലി പോകുമ്പോൾ ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ കുറവാകുന്ന കാരണം പല ഏജിലുള്ളവരും വരുമല്ലോ. അപ്പൊ ഓക്സിജൻ കുറയുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദനയും ശ്വാസം എടുക്കാൻ പറ്റാതെയും വരും. അപ്പോ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്നാൽ അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന ചന്ദ്രതാൽ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. അത് ഭയങ്കര ഭംഗിയാണ്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിൽ അതിന്റെ ആ ഒരു തൃപ്തി നമുക്ക് കിട്ടും. അപ്പൊ അത് ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരു മേഘാലയ ഭയങ്കര രസമുള്ള സ്ഥലമാണ് മേഘാലയ. മേഘാലയ നമുക്ക് ഇനിയും നമ്മൾ എപ്പോഴും നടത്തുന്ന ടൂറാണ്. മേഘാലയയിൽ തന്നെ വാരിച്ചോര വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. വാരിച്ചോര എത്തിപ്പെടാൻ കുറച്ച് പാടാണ്, പക്ഷെ അവിടുത്തെ കാന്യോൺ ഒക്കെ ഭയങ്കര ഭംഗി. അതുപോലെ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ്. വാരിച്ചോരയിലൊക്കെ ഖാസി ട്രൈബ്സ് ആണ്. ഖാസി ട്രൈബ്സ് പറയുമ്പോഴത്തേക്ക് അവര് ഒരു 7000 സ്റ്റെപ്പ് ഇറങ്ങി വേണം നമ്മൾ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിലോട്ട് എത്താൻ. അതേപോലെ 7000 സ്റ്റെപ്പ് മുകളിലോട്ട് തിരിച്ചു കയറുകയും ചെയ്യണം. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു വഴിക്കാകും. യഥാർത്ഥത്തില് യാത്രയ്ക്ക് വരുന്ന എല്ലാവരും തന്നെ അത്രയും ഫിറ്റ് അല്ലാത്ത എല്ലാവരും ഒരു വഴിക്കാവും. പക്ഷെ നമ്മൾ പോകുമ്പോ 65-70 വയസ്സുള്ള വളരെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഡെയിലി 5 തവണ ഈ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു അത്ഭുതമായി തോന്നി. കാരണം അവർക്ക് തലയിൽ കൂടെ ഇങ്ങനെ ഇടുന്ന മാതിരി ഒരു വെയിറ്റ് ഹോൾഡിംഗ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിനകത്ത് സാധനങ്ങൾ നിറച്ചാണ് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഡബിൾ ഡെക്കറും കഴിഞ്ഞാണ് ഇവരുടെ വീടുകൾ ഇരിക്കുന്നത്. ഇവർക്ക് സിറ്റിയിലോട്ട് പോകണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഒരുപാട് യാത്രകൾ സ്റ്റെപ്പ് മൊത്തം കയറി യാത്രകൾ ചെയ്തിട്ട് വേണം അവർക്ക് സാധനം എന്തെങ്കിലും മേടിക്കാൻ പോവാൻ. അപ്പൊ അവരുടെ വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിനും എന്ത് കാര്യത്തിനാണെങ്കിലും പുറത്തോട്ട് പോകണം. അപ്പൊ ഡെയിലി അവർ പറയുന്നു ഞങ്ങളൊരു 2-3 തവണയെങ്കിലും മിനിമം ഇറങ്ങാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഭാഷകൾ വ്യത്യസ്തമാണ്. നമുക്ക് അവരുടെ ഭാഷയും നമ്മുടെ ഭാഷയും അവർക്ക് മനസ്സിലാവില്ല. എല്ലാം ആംഗ്യ ഭാഷയിലൂടെയാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്. ഹിന്ദിയൊക്കെ കുറച്ചൊക്കെ അറിയാവുള്ളൂ. അപ്പോ അത് വളരെ ഭയങ്കര മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള യാത്രയാണ് മേഘാലയ. ലക്ഷദ്വീപും അതുപോലെ. ലക്ഷദ്വീപ് മലയാളികളാണ് അവിടെ. ലക്ഷദ്വീപില് നമ്മൾ വെറും കടൽ എന്ന് വിചാരിച്ചാണ് അവിടെ പോകുന്നത്. അപ്പോ കടലിനേക്കാൾ കൂടുതൽ അവിടുത്തെ മനുഷ്യരാണ് ഭയങ്കര സൗന്ദര്യമുള്ളതെന്ന് തോന്നും. ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര സഹാനുഭൂതിയുള്ള, എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ് ലക്ഷദ്വീപിലുള്ളത്. അപ്പോ അവിടുത്തെ ഭംഗി, അവിടുത്തെ ആൾക്കാര്, അവരുടെ പെരുമാറ്റം, നമ്മളെല്ലാം സഹോദരങ്ങളെ പോലെയാണ് അവർ കാണുന്നത്. ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള. അപ്പൊ അവർ ഒരുപാട് അരക്ഷിതാവസ്ഥ അവിടെ അനുഭവിക്കുന്നുണ്ട്. അതിൽ ആ ദ്വീപ് വിടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ദ്വീപിൽ നിന്ന് പുറത്ത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ആ ദ്വീപിൽ ജീവിച്ച് മരിച്ചാൽ മതി. പക്ഷെ ആ ദ്വീപിൽ നിന്ന് തന്നെ അവര് മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർ പറയാറുണ്ട്. ലക്ഷദ്വീപ് വളരെ സുന്ദരവും വളരെ നമുക്ക് സമാധാനത്തിന്, നമ്മളൊരു സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലക്ഷദ്വീപ് പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ഇന്ത്യയിൽ നിങ്ങൾക്ക് ആർക്കും ഒരു 2 ഫ്ലൈറ്റ് മാത്രമേ ലക്ഷദ്വീപിലോട്ടുള്ളൂ. ഷിപ്പ് യാത്രകളൊന്നും ഇപ്പൊ സാധ്യമല്ല. ആ 2 ഫ്ലൈറ്റും വളരെ നേരത്തെ ബുക്കായി പോകും. പക്ഷെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് കണ്ടിരിക്കണമെന്ന് പറയും. ഈ 3 സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള. എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്നാമത് ഇതേപോലത്തെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളിൽ ഉണ്ടായിട്ടുള്ള എമർജൻസികൾ എന്താണെന്നൊന്ന് പറയണം. അതുപോലെ ആ തരത്തിലുള്ള എമർജൻസിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ വീണ്ടും യാത്ര ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതും ഒന്ന് പറയണം. നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല യാത്രകൾക്ക് വരുന്നത്. ഞങ്ങൾക്ക് കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് യാത്രയ്ക്ക് ഉള്ള കുട്ടികളും ഉണ്ട്. എല്ലാവരും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അല്ലാണ്ട്
ഓരോ വേറെ വ്യത്യസ്തമായ പ്രൊഫഷനിൽ ഉള്ളവരും ഉണ്ട്. അവരൊക്കെ കോർഡിനേറ്റേഴ്സ് ആണ്, ടൂർ കോർഡിനേറ്റേഴ്സ്. അപ്പൊ എല്ലാ യാത്രയ്ക്കും ഞങ്ങളല്ല പോകുന്നത്. ചില യാത്രയ്ക്ക് ഞങ്ങളായിരിക്കും, ചില യാത്രയ്ക്ക് അവരായിരിക്കും. ആദ്യം നടത്തുന്ന യാത്രകൾ ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു 2-3 തവണ പോയ യാത്രകളിലോട്ട് പിന്നീട് ഞങ്ങൾ പോവാറില്ല, കോർഡിനേറ്റേഴ്സ് ആയിരിക്കും. അപ്പം എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്, എല്ലാവരും ഫസ്റ്റ് എയ്ഡിന് ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കിറ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. കാരണം ഏത് അപകടം നമുക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അത് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അപ്പൊ നമുക്ക് ഒരു വട്ടം നമ്മൾ രാമേശ്വരം യാത്ര, ധനുഷ്കോടി ചെറിയൊരു യാത്രയായിരുന്നു. രാമേശ്വരം, ധനുഷ്കോടി, മധുര യാത്രയിൽ പോകുമ്പോ വണ്ടിയുടെ ടയറിന് ഒരു സ്ലിപ്പ് വന്നിട്ട് ഡിവൈഡറിലോട്ട് ഇടിച്ചു കയറേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആർക്കും ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചിരുന്നില്ല. പക്ഷെ നമ്മളൊരു രാത്രി 2 മണിക്ക് ഒരു 26 പെണ്ണുങ്ങളും ഞാനും ഡ്രൈവറും മാത്രമായി പോയി. അപ്പോ എമർജൻസി ആയി സംഭവിച്ചാൽ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ നേരത്തെ കരുതിയിട്ടുണ്ട്. അപ്പം ഒരു വണ്ടി ഇല്ലെങ്കിൽ അപ്പൊ തന്നെ അടുത്ത വണ്ടി വിളിക്കുകയും നമുക്ക് അടുത്തുള്ള ഹോട്ടലുകളും എല്ലാ കോണ്ടാക്റ്റുകളും നമ്മുടെ ഉള്ളത് കൊണ്ട് തന്നെ അടുത്തൊരു ഹോട്ടലിലോട്ട് എല്ലാവരെയും മാറ്റിയതിനു ശേഷം ഈ വണ്ടി നമുക്ക് പോലീസിന്റെ സഹായത്തോടു കൂടി ഈ വണ്ടി അങ്ങോട്ട് മാറ്റുകയും അതിന്റെ കാര്യങ്ങളിലോട്ട് കടന്നിട്ട് സ്ത്രീകളെയും കൊണ്ട് ഞാൻ വേറെ ഒരു ഹോട്ടൽ എടുത്തു. അന്ന് തന്നെ എടുത്തു, ഒരു 4 റൂം എടുത്തു. അതിനകത്തോട്ട് മാറി എല്ലാവരെയും സമാധാനിപ്പിച്ച് ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഉടനെ തന്നെ വണ്ടി പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിലോട്ട് പുതിയ വണ്ടി വിടുകയും വേറെ വണ്ടി എടുത്ത് നമ്മൾ തിരിച്ച് പോവുകയും ചെയ്തു. ആ യാത്രയിൽ വന്നിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ കൂടെ വീണ്ടും വീണ്ടും യാത്രയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സ്പിതി വാലി പോയപ്പോഴും ഈ ഓക്സിജന്റെ പ്രശ്നം വന്നിരുന്നു. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞിരുന്നു, ഓക്സിജൻ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ടാബ്ലറ്റ് എടുക്കണമെന്നുള്ളതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്നാലും ചിലർ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം 1-2 പേരൊന്നും എടുത്തിരുന്നില്ല. അപ്പൊ അവർക്കാണ് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ പോർട്ടബിൾ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുകയും ഞങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും. അതായത് ഇപ്പൊ ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോകുന്ന ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് ഒരു ആശുപത്രി ഉള്ള സ്ഥലമാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ എടുത്തത്. അതിന് മുകളിൽ നമുക്ക് സ്റ്റേ ചെയ്യാം, പക്ഷെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തില്ല. ഞങ്ങൾ താഴെ സ്റ്റേ ചെയ്തിട്ട് മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് ആൾക്കാരുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഓരോ രാജ്യത്തും പോകുന്നത്. വിദേശ യാത്രകൾ നടത്തുമ്പോൾ എല്ലാവരോടും ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ പറയാറുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് ആണ് എടുക്കേണ്ടത് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൊടുക്കും. പിന്നെ യാത്ര നടത്തുന്നതിന് മുമ്പ് തന്നെ ഫാമിലി ഗ്രൂപ്പ്സ് എല്ലാവരും വരുന്നതാണ്. അപ്പം നമ്മുടെ യാത്രകൾ മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തും ഫാമിലിക്കും ഗ്രൂപ്പ്സിനും ഒക്കെ IT-കാർക്ക് ഇപ്പൊ ഒരു കോളേജിൽ നിന്നുള്ള പ്രൊഫസേഴ്സിനും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവരുടെ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊരു വ്യക്തമായ ധാരണ മുന്നേ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രിപ്പയർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും എന്തൊക്കെ എമർജൻസി മെഡിസിൻ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്തൊക്കെ എടുക്കണം, ഒരു അപ്രതീക്ഷിതമായ ഒരു കാലാവസ്ഥ മാറ്റം വന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആദ്യം തന്നെ അവബോധം കൊടുക്കുന്നതാണ്. അതുപോലെ യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ, ഒരാഴ്ച മുന്നേ തന്നെ നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരിക്കും. ഗൂഗിൾ മീറ്റിൽ നിർബന്ധമായും ഞാനോ ആമിനയോ പങ്കെടുക്കുന്നതാണ്. അതിപ്പോ ഞങ്ങൾ എവിടെ ആയിരുന്നാലും ഗൂഗിൾ മീറ്റ് നടത്തി ക്ലിയർ ആക്കി, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കിയിട്ടേ യാത്രകൾ തുടങ്ങാറുള്ളൂ. അങ്ങനെയാണ് യാത്രകളിലെ എമർജൻസികൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവരെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ ഹാൻഡിൽ ചെയ്യും. കൂടുതലും ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ പ്രശ്നങ്ങളാണ് വരുന്നത്. പിന്നെ ഈ ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലർക്ക് ഒരു ബുദ്ധിമുട്ട് വരാറ്, ശ്വാസം മുട്ടൽ പോലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അത് ഞങ്ങൾ ഓൾറെഡി ഇൻഹേലറും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിരിക്കും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഇൻഫോം ചെയ്യാൻ പറയും. അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്യും. നിങ്ങളുടെ കൂടെ കൂടുതൽ തവണ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയുടെ അനുഭവത്തെ കുറിച്ച് പറയാമോ? കൂടുതൽ തവണ യാത്ര ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ലേഡിയുണ്ട്. പുള്ളിക്കാരി മൊത്തം ദുബായിലാണ് ജീവിച്ചത്. അപ്പോ 2 ആൺമക്കളാണ്, 2 പേരും ഡോക്ടേഴ്സാണ്. അപ്പോ തിരുവനന്തപുരത്ത് സെറ്റിലായി. പുള്ളിക്കാരി വളരെ ലോൺലി ആയിരുന്നു. എന്റെ ആദ്യ യാത്രയിൽ തന്നെ വന്നിട്ടുള്ള സ്ത്രീയാണ്.
വളരെ ലോൺലി ആയിട്ടാണ് ആദ്യത്തെ യാത്രയിൽ വന്നത്. പുള്ളിക്കാരിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ സൗഹൃദങ്ങളായത്. അപ്പൊ പുള്ളിക്കാരി ഒരു യാത്രയിലുള്ള സൗഹൃദങ്ങളുമായിട്ട് അടുത്ത യാത്ര വരും. അത് കഴിയുമ്പോൾ ഈ സൗഹൃദങ്ങളുടെ ഈ ചെയിൻ എന്ന് പറയുന്നത് പിന്നെ അങ്ങ് വലുതാവും. പിന്നെ അതിനകത്തൊരു 2-3 കൂട്ടുകാരികളാവും, അല്ലെങ്കിൽ കൂട്ടുകാരാവും. മിക്സഡ് യാത്രകളും ഉണ്ടല്ലോ. അപ്പൊ അവര് അടുത്ത യാത്രയിൽ ഇപ്പൊ ഇതിനകത്തുള്ള 2 പേര് വന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഒരു 3 പേരെ വെച്ചിട്ട് അവര് അടുത്ത യാത്രയ്ക്ക് വരും. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് യാത്രകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഫാമിലി ആയിട്ട് തന്നെ നമ്മുടെ യാത്രകളിൽ പങ്കെടുക്കുന്ന, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന യാത്രകളുണ്ട്. ചിലർക്കൊന്നും നമ്മളോട് എത്ര യാത്ര ചെയ്തെന്ന് തന്നെ അറിയില്ല. അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളൊരു ഓണപരിപാടിയൊക്കെ വെക്കുമ്പോൾ ചിലർക്ക് എത്ര യാത്ര ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല, ഒരുപാടായി എന്നാ പറയുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്തവരുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ട്രിപ്പുകൾ നമ്മുടെ കൂടെ മാത്രം വരുന്നവരുണ്ട്. കാരണം നമ്മളൊരു യാത്ര പോകുമ്പോൾ അവിടുത്തെ ഒരു നോർമൽ ഒരു ടൂറിൽ നിന്നും അവിടുത്തെ ഒരു എസൻസ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. അവിടുത്തെ ഫുഡ് ആയിക്കോട്ടെ, അവിടുത്തെ സംസ്കാരം ആയിക്കോട്ടെ. പിന്നെ അവിടെ ഒരു ഓഫ് ബീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ ഓഫ് ബീറ്റ് സ്ഥലവും കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും. ഇപ്പൊ അസർബൈജാൻ യാത്രകളിൽ നമ്മൾ അസർബൈജാനിലെ മെയിൻ സ്ഥലങ്ങൾ പോകുന്ന പോലെ ഗബാലയിലും പോകും. അപ്പൊ ഗബാലയിൽ പോകുന്നതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണത്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് ഞങ്ങൾ പറയും, അത് ചെയ്യിക്കും. അപ്പൊ ദുബായ് ആണെങ്കിൽ എന്റെ ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ ദുബായിലാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ജീവിക്കുന്നത്. അപ്പൊ ദുബായിലാണെങ്കിലും നോർമൽ ഒരു ദുബായിൽ നമുക്ക് എല്ലാ പോഷ് സ്ഥലങ്ങളും കാണിക്കുമെങ്കിലും ഷോപ്പ് ചെയ്യാൻ എവിടെയൊക്കെ പോയാൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ ഷോപ്പ് ചെയ്യാം, അങ്ങനെയുള്ള ടിപ്സുകളും കൊടുക്കും. അപ്പം അവർക്ക് വളരെ ഹാപ്പിയാണ്. അവർക്ക് സാധനങ്ങൾ മേടിക്കാനും, അതുപോലെ ഓതന്റിക് ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെ കഴിക്കാം. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് ഓതന്റിക് ആയിട്ട് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോകാറുണ്ട്. വിയറ്റ്നാമിലൊക്കെ ആണെങ്കിൽ സീ ഫുഡാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആ കാര്യങ്ങൾ അത് ഒരു ദിവസമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും പറയും. പിന്നെ ഇനി അതുപോലെ ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്ക് അറബിക് ഫുഡും ലെബനീസ് ഫുഡും ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ പറ്റിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. വിയറ്റ്നാമിലൊക്കെ നമുക്ക് കുറേ ഭഗോഡാസ് ഒക്കെ ഉണ്ട്. അപ്പം ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ, അതിന്റെ പ്രാധാന്യം, അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരു യാത്ര പോയിട്ട് വരുമ്പോൾ നമ്മൾ പോയി വന്നു എന്നാവരുത്, ആ സ്ഥലത്തെ പറ്റി കുറച്ചെങ്കിലും ഒരു അറിവുണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറയാറുണ്ട്. ഞാൻ ഇത്തിരി വൈകിയാ കേറിയത്. ഏതാ ഈ ഗ്രൂപ്പ് എന്നൊന്ന് പറയാമോ? ഷീഗോസ് ട്രാവൽ ബഡീസ് എന്നാണ് പേര്. ഓ ഓക്കെ. ഞാൻ ലെറ്റ്സ് ഗോ ഫോർ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഞാൻ ക്ലിനിക്കിലാണ്. അപ്പൊ പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഡോക്ടറിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ ഇരുന്നത്. പറഞ്ഞോളൂ. ഒന്ന് ഫോട്ടോസ് എടുത്തേക്കണേ ഡോക്ടറെ. ഫോട്ടോസ് എടുത്തായിരുന്നോ? പറഞ്ഞോളൂ സർ. എന്തെങ്കിലും ചോദിക്കണുണ്ടോ? അല്ല, ഇപ്പൊ എനിക്ക് രക്ഷയില്ലല്ലോ. ഞാനും പറഞ്ഞ പോലെ എന്താ ഷീഗോസ് ട്രാവൽ ബഡീസ് എന്നാണ് പേര്. ഇപ്പൊ ഞാൻ നാട്ടിലില്ലാത്തോണ്ടാണ് ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോവുകയായിരുന്നു. പുള്ളിക്കാരത്തി കെനിയയിലാണ്, കെനിയ മൊംബാസയിലാണ്. ഞാനും ഡോക്ടർ നജീന പറഞ്ഞ പോലെ ഒറ്റയ്ക്കായ ഒരു സന്ദർഭം വന്നപ്പം ഞാൻ തെരഞ്ഞെടുത്തത് KSRTCയുടെ ട്രാവൽസിന്റെ കൂടെ. അപ്പൊ പോയിട്ട് രാത്രി തന്നെ എത്തുമല്ലോ. പിന്നെ ഞാൻ പതുക്കെ ഈ നമ്മുടെ എസ്കേപ്പ് ടു കാശ്മീർ, ഇന്ദു കൃഷ്ണയുടേത്, അങ്ങനെ കാശ്മീർ പോയി. പിന്നെ ലെറ്റ്സ് ഗോ ഫോർ ക്യാമ്പിന്റെ കൂടെ 2-3 സ്ഥലത്ത് പോയി. തവാങ് പോയായിരുന്നു. അതൊരു നല്ല യാത്രയായിരുന്നു. തവാങ് വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഭയങ്കര രസമായിരുന്നു അത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാനിപ്പൊ ഇങ്ങോട്ട് പോകുന്നോണ്ട് ഇപ്പൊ ഇത് ചോദിച്ചോന്നുള്ളതേ ഉള്ളൂ. പറ്റുമല്ലോ ചില നമുക്ക് ഇന്റർനാഷണൽ യാത്രകളിലൊക്കെ നിങ്ങൾക്ക് എവിടെ പല സ്ഥലത്തുനിന്നും പല രാജ്യത്തുനിന്നും ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് പിക്കപ്പ് അവിടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് സ്ഥലത്തുനിന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പൊ അസർബൈജാനൊക്കെ ആണെങ്കിൽ ദുബായിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്.
അങ്ങനെ ഇപ്പം ബാലി ആണെങ്കിലും ദുബായിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് കുവൈറ്റിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഭൂട്ടാൻ യാത്രയ്ക്ക് കുവൈറ്റിൽ നിന്ന് ആള് വരുന്നുണ്ട്, ദുബായിൽ നിന്ന് ആളുണ്ട്, പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഡോക്ടറിന്റെ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് തരുമല്ലോ അല്ലെ സൈജു? കൊടുക്കാം. എനിക്ക് ഇട്ട് തന്നേക്കണേ. മാഡത്തിന്റെ നമ്പറും കൂടി തന്നേക്കാം. അല്ല, എന്റെ വാട്സാപ്പിലൊക്കെ ഒന്ന് ഇട്ട് തന്നേക്കാം. ഓക്കെ. എന്റെ വാട്സാപ്പ് ആക്റ്റീവ് ആണ്. ഓക്കെ ശരി. അതിലേക്ക് ഒന്ന് ഇട്ട് തന്നാ മതിയേ. ഓക്കെ. ഞാൻ ഏതെങ്കിലും യാത്രയിൽ കൂടാൻ, ഞാനൊരു യാത്രാപ്രേമിയാണ്. ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് സാറ് വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്കൊന്ന് നന്ദി പറഞ്ഞോട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു നന്ദിയുടെ 2 വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ഉറവിന്റെ 115 എപ്പിസോഡുകൾ കടക്കുമ്പോൾ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഓർക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് എടുത്ത ഡോക്ടർ നജിന മാഡം ഇന്ന് ഡെന്റൽ സർജൻ ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് വളരെ തിരക്കുള്ള സമയത്ത് തന്നെയാണ് നമ്മളോട് കൂടെ ആയിരുന്നത്. അപ്പൊ നമുക്ക് യാത്രയുടെ മാധുര്യം നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. കാര്യം നമ്മൾക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ നമുക്കറിയാതെ പോകുന്നത്, നമുക്ക് തൊട്ടടുത്തുള്ള ബോട്ടിയെട്ടി മലനിരകള്, മലയാറ്റൂര്, പള്ളി, അമ്പലങ്ങള്, ചോറ്റാനിക്കര, ഗുരുവായൂര്, അവിടെ മാത്രമല്ലാണ്ട് ഏതെങ്കിലും മൂകാംബിക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആ യാത്രയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ആ യാത്രകളെ പ്രണയിച്ചു തുടങ്ങും. അതാണ് മാഡം പറയാനായിട്ട് ആഗ്രഹിച്ചത്. എപ്പോഴും അസർബൈജാനിലും നേപ്പാളിലും ഭൂട്ടാനിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്ര നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനായിട്ട് വളരെ ഉപകരിക്കുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞത് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഡോക്ടർ നജിമയ്ക്ക് എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ അധ്യക്ഷനായിട്ട് ഇന്നിവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ പി ജോസഫ് സാറാണ്. സാറ് വളരെ ആത്മാർത്ഥതയോടും വളരെ ഹൃദ്യമായ പെരുമാറ്റത്തോടും കൂടി ആദ്യം മുതൽ തന്നെ നമ്മളോട് കൂടെയുണ്ട്. കുറെ അധികം കാര്യങ്ങളിൽ ഇപ്പോഴും നമ്മുടെ കൈപിടിച്ച് നടത്തുന്നു. നമുക്ക് വളരെ വളരെ നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകി നമ്മളെ നയിക്കുന്നു. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ അഭിമാന പ്രോഗ്രാമായിട്ടുള്ള വോക്കിറ്റ് മാസ്റ്റേഴ്സ് നവംബർ 24-ാം തീയതി തുടങ്ങി 28-ാം തീയതി വരെ 5 ദിവസം നമുക്ക് നടക്കുന്നു. ഇപ്പൊ സാർ അത് ഷെയർ ചെയ്യുകയുണ്ടായി. ഇപ്പൊ സാറിന് വിലയേറിയ സമയം നമ്മളോട് ഉണ്ടായിരുന്ന ജോസഫ് സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. താങ്ക് യു സർ. ഇന്ന് നമ്മുടെ അസാന്നിധ്യം നമ്മുടെ ഉണ്ടായിരുന്നെങ്കിലും സാറിന്റെ സാന്നിധ്യം വളരെ ഉണ്ടായിരുന്നു. സാറ് നമുക്ക് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഇറ്റലിയിൽ നിന്നും നമുക്ക് വിളിച്ച് സംസാരിച്ചു. ബേബി ജോൺ സാറ്, എല്ലാവരുടെയും പേരിൽ ചെറിയ കൊണ്ട് ബേബി ജോൺ സാറ് നമ്മളോട് ഉണ്ടായിരുന്നു. സാറിന് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് വെൽക്കം പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോസഫ് ജോൺ സാറ് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ സാറിന്റെ എല്ലാവരുടെയും പേരില് വളരെ ഹൃദ്യമായി സന്തോഷത്തോടു കൂടി മനസ്സോടുകൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. താങ്ക് യു സർ. ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സണെ സന്തോഷപൂർവ്വം പരിചയപ്പെടുത്തിയ നമ്മുടെ പോൾ പടയാട്ടി സാറ് നമ്മുടെ കൂടെ ആണ്. വളരെ ചെറുപ്പക്കാരനായിട്ട് ഓടി നടന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഞാൻ ചെയ്തോളാം, ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെയാണ്. അപ്പോ പോൾ പടയാട്ടി സാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. സാറിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ട്. സാറിന് വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്ദി അർപ്പിക്കുകയാണ്. ഇനി നമ്മുടെ പിന്നണി ആയിട്ടുള്ള നമ്മുടെ ടീം അംഗങ്ങളുണ്ട്. നമ്മുടെ പുഞ്ചിരിക്കുന്ന സലീന മാഡം നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്നു. അവിടെ തിരക്കുള്ള സമയമാണെങ്കിലും നമ്മുടെ അനുഭവം രേഖപ്പെടുത്തി നമുക്ക് ഈ വെബിനാറിൽ കയറി അതിന് മാഡത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഈ പ്ലാറ്റ്ഫോം തന്ന നമുക്ക് തഹസീൻ മാഡം ഉണ്ട്. തഹസീൻ മാഡത്തിന് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നന്ദി പറയുന്നു. നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പരിചയപ്പെടുത്തി നമ്മുടെ കൂടെ
നൽകുന്ന MK പ്രസാദ് സാറിനും നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരുപാട് നല്ല മുഖങ്ങളുണ്ട്. വർക്കി സാറ്, നമ്മുടെ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, നമ്മുടെ മാത്യച്ചൻ, അങ്ങനെ കുറെ അധികം പേര് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഈ മീറ്റിംഗിൽ കയറുന്നു. അങ്ങനെ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.